ഹലോ, എല്ലാവർക്കും നമസ്കാരം. റീബുക്ക് എഡ്യൂക്കേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ തരാണ്. ഗുഡ് ഈവനിങ് ആണല്ലേ, 7:30 ആയില്ലേ. ഓക്കെ, അപ്പോൾ ഗുഡ് നൈറ്റ് പറയേണ്ട വരുമല്ലോ കുറച്ച് മുമ്പ്. അപ്പോൾ കൃത്യം 7:30 വന്ന എല്ലാ കുട്ടികൾക്കും ഞാൻ ആദ്യം ഒരു താങ്ക്സ് പറയുകയാണ്. താങ്ക്സ്. കാരണം നിങ്ങൾ അഥവാ വെക്കേഷൻ ക്ലാസ്സാണ്, നിങ്ങൾ കളിക്കാൻ പോകുന്ന ടൈമാണ്. നിങ്ങൾ എന്നിട്ടും നമുക്ക് ഫിസിക്സ് പഠിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനോട് കുറേ ഇഷ്ടപ്പെടുന്നു. 10ാം ക്ലാസ്സാണ്, നമുക്ക് സെറ്റാക്കണം. ഫിസിക്സിൻ്റെ ചാപ്റ്റർ വൈസ് ബേസുകളാണ് ഇനി നമുക്ക് എടുക്കുന്നത്. 5 ബേസ് സീരീസ് ഉണ്ട്. അതിൽ നമ്മളിപ്പോൾ 2ാമത്തെ ബേസ് സീരീസാണ് എടുക്കുന്നത്. ഇതിൽ 5 എണ്ണത്തിന് നമ്മൾ വെട്ടി കുറച്ച് 10 3 അപ്പോൾ ഇനി ഒരു ബേസ് സീരീസും കൂടി വേണ്ടി അത് കഴിഞ്ഞ് നമ്മൾ ചാപ്റ്ററിലേക്ക് കിടക്കും. ഓക്കെ, സെറ്റല്ലേ. അപ്പോൾ 1ാമത്തെ സീരീസ് നമ്മൾ പറഞ്ഞു. ഇനി 2ാമത്തെ സീരീസിൽ നമ്മൾ ഫിസിക്സിൻ്റെ 2ാമത്തെ സീരീസിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ചാപ്റ്റർ 2 ലെൻസസ് അഥവാ ലെൻസുകൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. സെറ്റാണെങ്കിൽ ഒരു ഫയറിൻ്റെ ഇമോജി ഇട്ടേ. ഒരു ഫയർ ഇമോജി, ഇങ്ങനെ പൊട്ടിത്തെറിക്കണ ഇമോജിയാണ് ഞാൻ നോക്കുന്നത്. പൊട്ടിത്തെറിക്കില്ലേ, സെറ്റാണോ? എന്നാൽ ലെൻസിൽ ആദ്യം ബേസായിട്ട് പഠിക്കേണ്ടത് ലെൻസ് ആർ 2 ടൈപ്പ്. ലെൻസുകൾ 2 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ഓക്കെ, ഇവിടെ നമ്മൾ ബേസ് എടുക്കാമെന്ന് പറഞ്ഞത് ഇത് ശരിക്കും ബേസ് അല്ല, ചാപ്റ്റർ വൈസ് ആണെങ്കിലും ഇത് നമുക്ക് ബേസായിട്ട് എടുക്കണം. കാരണം ബേസായിട്ട് എടുക്കാൻ വേറൊന്നുമില്ല. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ കുറച്ച് മെയിൻ പോയിൻറ്റ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ പോയിൻറ്റ്സ് നമ്മളിന്ന് പഠിക്കും. അത് ചാപ്റ്റർ എടുക്കുമ്പോഴും അത് ഒന്നുകൂടി വിശദീകരിച്ച് പറയും. ഓക്കെ ആണോ? അപ്പോൾ 2 ടൈപ്പുള്ള ലെൻസസ് ആണുള്ളത്. ഞാൻ പറയാം. നിങ്ങൾ 8ാം ക്ലാസ്സിൽ മിററിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലേ? 8ാം ക്ലാസ്സിൽ മിററിനെ കുറിച്ച് പഠിക്കുന്നത്. അതിന് നമുക്ക് പറയാം 2 ടൈപ്പുള്ള മിററിനെ കുറിച്ചാണ് നമ്മൾ അന്ന് പഠിച്ചത്. ഓർമ്മയുണ്ടോ? 2 ടൈപ്പുള്ള മിററിനെ കുറിച്ചാണ് നമ്മൾ അന്ന് പഠിച്ചത്. ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് എല്ലാവരും പെട്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തേ. 7:30 വന്ന എല്ലാ കുട്ടികളും ഒന്ന് കമൻറ്റ് ചെയ്തേ. 7:30 കഴിഞ്ഞു. ഇപ്പോൾ വന്ന എല്ലാ കുട്ടികളും ഒന്ന് കമൻറ്റ് ചെയ്തേ. ഓക്കെ, ഇനി നമ്മളിനി 9ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ റിഫ്രാക്ഷനെ കുറിച്ച് പഠിക്കുന്നു. അപവർത്തനം, റിഫ്രാക്ഷൻ, അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അതും ഈ മിററും ലെൻസായിട്ട് എന്താ ബന്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിഫ്രാക്ഷനൊക്കെ മിററിനോട് ബന്ധമാണ് അല്ലേ? ഓക്കെ, ഇനി ഇതിനൊക്കെ ആയിട്ട് ചെറിയൊരു തുടർച്ച, ചെറുതായിട്ട് കേട്ടോ, വലിയ ഇതൊന്നുമില്ല, ചെറിയൊരു തുടർച്ചയായിട്ടാണ് നിങ്ങൾക്ക് ലെൻസുകൾ അഥവാ ലെൻസസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ വരുന്നത്. എന്ന് പറഞ്ഞാൽ വലിയ ബന്ധമൊന്നുമില്ല, ചെറിയ പൊടിക്കൊരു ബന്ധം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ പറയാണ് ലെൻസസ് ആർ 2 ടൈപ്പ്. ഈ 2 ലെൻസസാണ് ഉള്ളത് നമുക്ക്. ഈ 2 ലെൻസുകളാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഇങ്ങനെ മുട്ടയല്ലല്ലോ, ഇതിനെന്ത് ഷേപ്പായി പറയണേ? ഇതിനെന്ത് ഷേപ്പ് പറയും? എന്തായാലും മുട്ട പോലെ ഇരിക്കണം. മുട്ട എന്ന് നമ്മൾ പറഞ്ഞു കേട്ടോ, മുട്ട പോലെ അല്ല, ഓവൽ ഷേപ്പ് അല്ല. ഓക്കെ, അതേപോലെ തന്നെ അതിനെക്കാട്ടും കുറച്ചുകൂടി മെലിഞ്ഞ ഷേപ്പാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ മുട്ട പോലെ ഇരിക്കുന്ന ഷേപ്പിനെ നമ്മൾ എന്ത് പറയും? ഇതിനെന്താ പറയണേ? ഇങ്ങനെ 2 സൈഡും പോയേനെ. പെട്ടെന്ന് പറയൂ. ജലദോഷമൊക്കെ, അപ്പോൾ ചെറിയ ശബ്ദത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അത് സാരമില്ല. ഓക്കെ, ഈ മുട്ട പോലെ ഇരിക്കണ ഇതിനെ പറയുന്നതാണ് കോൺവെക്സ് മിററല്ല, ലെൻസ്. ഈ മുട്ട പോലെ ഇരിക്കണ ഇതിനെ പറയുന്നതാണ് എന്ത്?
കോൺവെക്സ് ലെൻസ്. ഈ മുട്ട പോലെ ഇരിക്കണതിന് എന്താണ് പറയുന്നത്? കോൺവെക്സ് ലെൻസ്. അടുത്തത് പകുതി കടിച്ച പോലെ, ഈ കടിച്ച ആപ്പിൾ എന്ന് പറയുന്നത് ചിലർ കണ്ടിട്ടുണ്ടോ? ഈ ഉണ്ടയായിട്ടുള്ള ആപ്പിളിനെ ഈ ഉണ്ടയായിട്ടുള്ള ആപ്പിളിന് ഓറഞ്ച് പോലെ ഉണ്ടയായിട്ടുള്ള ആപ്പിളിനെ കടിച്ച് ലാസ്റ്റ് ഈ ഇവിടെ ആയിട്ട് ഇങ്ങനെ കുരു വരും. അപ്പോൾ ഇവിടെ വരെ കടിച്ചുകൊണ്ട് തിന്നും. കണ്ടോ? ഇത്ര ആക്കി വെക്കും. ഇത്രയും കുരുവായിരിക്കും, ഇത്രയും ഭാഗത്ത് കുരുവായിരിക്കും. ഇത്രയും കടിച്ചു വെക്കും. കണ്ടോ നിങ്ങൾ? ചിലവർ അങ്ങനെ കടിച്ചു വെക്കും, അതേപോലെ ഇരിക്കും. ഓക്കെ, അപ്പോൾ കടിച്ച ആപ്പിൾ നിങ്ങൾക്ക് മൈൻഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ പറയാണ്. കടിച്ച ആപ്പിൾ പോലെ ഇരിക്കണം, ഇതിനെ പറയുന്നതാണ് കോൺകേവ് ലെൻസ്. അപ്പോൾ 2 ടൈപ്പ് ലെൻസ് ഉണ്ടെന്ന് പഠിച്ചു. ഒന്നാമത്തെ ലെൻസിൻ്റെ പേര് അഥവാ മുട്ട പോലെ ഇരിക്കുന്ന ലെൻസിൻ്റെ പേര് കോൺവെക്സ് ലെൻസ് എന്നാണ്. ഇതേപോലെ ഇങ്ങനെ കടിച്ച ആപ്പിൾ പോലെ ഇരിക്കുന്നതിന് കോൺകേവ് ലെൻസ് എന്നാണ് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് മിറർ കയറി വരുന്നത് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അതിങ്ങനെ മിററിനെ പുറത്തുനിന്ന് വരുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ 2 തരത്തിലുള്ള ലെൻസുകളുണ്ടെന്ന് പഠിച്ചു. ഇനി സാറേ എന്താണ് ലെൻസ്? മലയാളത്തിൽ ലെൻസ് എന്നാണ് ഞാൻ ഒറ്റെണ്ണം ഇട്ടുള്ളൂ, പക്ഷേ ഇവിടെ ഞാൻ 2 ഇട്ടുണ്ട്. മലയാളം മീഡിയം നമ്മൾ ഒന്നിച്ചു കൊണ്ടുപോകും. ഓക്കെ, അപ്പോൾ ലെൻസ് എന്താ നോക്കി? എ ലെൻസ് ഈസ് എ ട്രാൻസ്പെറൻറ്റ് മീഡിയം ഇൻ വിച്ച് refracting surface is part of the sphere. അഥവാ അപവർത്തന തലങ്ങൾ ഗോളങ്ങളുടെ ഭാഗമായി വരുന്ന സുതാര്യമാനമാണ് എന്ത്? ലെൻസസ്. ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ശരിക്കും ഇപ്പോൾ പഠിക്കണ്ട, നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഇപ്പോൾ നിങ്ങൾ പഠിക്കണ്ട. നിങ്ങളിപ്പോൾ ഇത് പഠിക്കണ്ട, നിങ്ങളിതൊന്ന് അറിഞ്ഞു വെക്കണം. ഇതിങ്ങനെയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. ഓക്കെ, അങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. അത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരന്മാർക്കൊക്കെ ലെൻസ് ഉണ്ടാവില്ലേ? കണ്ടിട്ടുണ്ടോ? കണ്ടോ? ഇതേപോലത്തെ ലെൻസ് കണ്ടിട്ടുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞല്ലോ. ഓക്കെ, ഇതേപോലെ റൗണ്ടിലിരിക്കണയാണ് ലെൻസ്. ഇതേപോലെ റൗണ്ടിലിരിക്കണതിനെയാണ് ലെൻസ് എന്ന് പറയാം. റൗണ്ടിലിരിക്കണ മാത്രമല്ല, അല്ലാതെയുള്ള ലെൻസുകളും ഉണ്ട്. അപ്പോൾ നമ്മൾ 2 ടൈപ്പിലുള്ള ലെൻസുകളുണ്ടെന്ന് പഠിച്ചു. ഇപ്പോൾ ലെൻസ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, അഥവാ സ്പിയർ ഷേപ്പാണെന്ന് ഇവിടെ പറയുന്നത്, അഥവാ ഗോള ഷേപ്പാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗണ്ടിലാണ് സംഭവം. ആ ഗോള ഭാഗമായി വരുന്ന സുതാര്യ മാധ്യമമാണ് ലെൻസ്, അഥവാ ട്രാൻസ്പെറൻറ്റ് മീഡിയം. സെറ്റല്ലേ? ഇത്ര സെറ്റല്ലേ? നിങ്ങളുടെ കൂട്ടുകാരന്മാർക്ക് ഇങ്ങനത്തെ കണ്ണാടികളുണ്ടോ? ഗാന്ധിജീനെ പോലത്തെ, അല്ലെങ്കിൽ ഗാന്ധിജീനെ പോലെ അല്ലാത്ത കണ്ണാടികളുണ്ടാവും. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 2 ടൈപ്പിൽ നിങ്ങൾക്ക് കാണാം. 2 ടൈപ്പിൽ നിങ്ങൾക്ക് കാണാം. കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ ഒരു ഇതുണ്ടാവും. അങ്ങനെ. ഓക്കെ, അപ്പോൾ ചിലവരുടെ കണ്ണാടിയിൽ ഈ താഴെ മാത്രം നിങ്ങൾ പവറുണ്ട്. ചിലവരുടെ കണ്ണാടിയിൽ താഴെ മാത്രം പവറുണ്ട്. അത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? താഴെ മാത്രം പവർ എന്താണെന്ന് ലാസ്റ്റ് പഠിപ്പിക്കാവേ. എന്താണ് പവർ എന്നൊക്കെ നമ്മൾ ലാസ്റ്റ് പഠിക്കും. എന്തായാലും പഠിക്കും. ഓക്കെയാണ്, സെറ്റാണ്. പാർട്ട് 3 ഞാനാണോ സംശയം. എനിക്ക് തോന്നണം 5 മാറ്റി വെച്ചു. എനിക്ക് 3 ആണോ അതോ 4 ആണോ എന്നൊരു സംശയം.
പറഞ്ഞാൽ 5 ഇല്ല, 5 പാർട്ടാണ് ആദ്യം നമ്മൾ പ്രോഗ്രാം ചെയ്തത്. പിന്നെ പറഞ്ഞു 5 പാർട്ട് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 4 കളഞ്ഞോന്ന് അറിയില്ല. എന്തായാലും 3 ഉണ്ട്. 4 ഉണ്ടോയെന്ന് അറിയില്ല. 4 ഉണ്ടെങ്കിൽ നമ്മൾ ലെൻസിൻ്റെ തന്നെ കുറച്ചുകൂടി പിന്നെ ഇതായിട്ട് നമ്മൾ പറയും, ബേസായിട്ട്. ഓക്കെ, സെറ്റല്ലേ? സെറ്റാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും നിങ്ങൾ. ഓക്കെ, നിങ്ങളുടെ കൂട്ടുകാരൻ നിങ്ങളിപ്പോൾ കണ്ടു. ഓക്കെ, നിങ്ങളുടെ കൂട്ടുകാർക്കും ബേസ് അറിയില്ല. നിങ്ങളുടെ കൂട്ടുകാർക്കും ബേസ് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? അവന് ബേസ് ഒന്നും അറിയണ്ട, പിന്നെ ഞാൻ പഠിച്ച് വലുതാവട്ടെ. നിങ്ങൾ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കും പഠിക്കാം, അവർക്കും പഠിക്കാം. ഇല്ലെങ്കിൽ പരീക്ഷയ്ക്ക് അവർ നിങ്ങളോട് ചോദിച്ച് നിങ്ങളുടെ സമയം കളയും. അവർ നിങ്ങളോട് ചോദിച്ച് നിങ്ങളുടെ സമയം കളയും. ആ സമയം നമുക്ക് ലാഭിക്കാം. പിന്നെ ഞാൻ പഠിക്കുമ്പോൾ എന്നോട് ചോദിക്കും, എനിക്കത് ഇഷ്ടമല്ല. ശരി, ഞാൻ കറക്റ്റായിട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും ചോദിക്കണം. അപ്പം എൻ്റെ തലയിൽ നിന്നൊക്കെ പോവും. ഓക്കെ, അതെനിക്കിഷ്ടമല്ല. എനിക്ക് ചോദിക്കണ ഇഷ്ടമല്ല. അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ വല്ല ചോദിക്കാം. എനിക്ക് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ചോദിക്കണ ഇഷ്ടമല്ല. ഞാൻ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. നല്ലൊരു കാര്യം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് എന്നിട്ട് വിളിക്കും, എടാ 1ൻ്റെ ഉത്തരം എന്താടാ, എടാ 2ൻ്റെ ഉത്തരം എന്താടാ, എടാ 3ൻ്റെ ഉത്തരം. പുറകെ നിന്ന് വിളിക്കും. ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കും. ചിലപ്പോൾ ടീച്ചർ എന്നെ മാത്രമേ കാണുള്ളൂ. അപ്പോൾ അവിടെ എന്താണെന്ന് നോക്കും. അതാണ്, ചിലവർക്കത് ഇഷ്ടമല്ല. ഓക്കെ, നിങ്ങളത് ചെയ്യരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, സെറ്റാണോ? ഞാൻ പറഞ്ഞത് സെറ്റല്ലേ? അപ്പോൾ നോക്കിക്കേ, നിങ്ങളുടെ ചില കൂട്ടുകാരന്മാർക്ക് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അമ്മമാർക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ മാത്രം പവറുള്ള ടൈപ്പ്. ഈ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ട്? ഇതേപോലത്തെ കണ്ണട ഫോർ റീഡിങ്ങിന് വേണ്ടിയിട്ടാണ്. ഫോർ റീഡിങ് ഫോർ റീഡിങ്. താഴത്ത് മാത്രം പവറുള്ളതിന് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫോർ റീഡിങ്. എന്തിനാണ്? വായിക്കാൻ മാത്രം. ഇനിയൊരു ടൈപ്പ് ഉണ്ട് ലെൻസ് കണ്ണാടി. ഫുള്ളും ലെൻസ് ഉണ്ടാവും. അത് ഡോക്ടർമാരോട് നമ്മൾ പോയിട്ട് പറയും, ഡോക്ടറെ എനിക്ക് ദൂരത്തേക്കുള്ളതൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഡോക്ടർ എന്നാൽ നിങ്ങൾ ഫുൾ ലെൻസുള്ള കണ്ണാടി എടുത്തോളൂ. എന്നാൽ നിങ്ങളുടെ കണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് പവർ പറയും. നിങ്ങളുടെ കണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് പവർ പറഞ്ഞിട്ട് ഫുള്ള് ലെൻസുള്ള ഒരു കണ്ണാടി എടുത്തോളാൻ പറയും. അപ്പം നമ്മളോട് പറയില്ലെങ്കിലും നേഴ്സുമാരോടോ അടുത്തിരിക്കുന്നവരോടൊക്കെ പറയും. ഇനി നിങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ പറയണം, ഡോക്ടർ എനിക്ക് വായിക്കാൻ മാത്രം മതി, എനിക്ക് അകലെയുള്ളതൊക്കെ കാണാം. പക്ഷേ ഈ ചെറിയ അക്ഷരങ്ങൾ വായിക്കാൻ, ഈ പത്രത്തിലുള്ളത് വായിക്കാൻ, ഈ പുസ്തകത്തിലുള്ളത് വായിക്കാൻ, എനിക്ക് പറ്റണില്ല. അതിനൊന്നും എനിക്ക് പറ്റണം. ഇനി ബോർഡിൽ ഇത് കാണുന്നില്ലെങ്കിൽ നിങ്ങൾ വലിയ ലെൻസുള്ളത്, അഥവാ ഫുള്ള് ലെൻസുള്ളതായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ വായിക്കാൻ എനിക്ക് പുസ്തകത്തിലുള്ളതും പേപ്പറിലുള്ളതും ചെറിയ അക്ഷരങ്ങളൊന്നും വായിക്കാൻ പറ്റില്ല. അപ്പോൾ ഡോക്ടർ പറയും നിങ്ങൾക്ക് താഴെ മാത്രം ലെൻസ് ഉള്ളതായിരിക്കും തരുന്നത്. ഓക്കെ, അപ്പോൾ ലെൻസസ് ഇങ്ങനെയാണ് വെക്കുന്നത്. ലെൻസുകൾ ഇങ്ങനെയാണ് വെക്കുന്നത്. ഓക്കെ, സെറ്റ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോക്കൽ ലെങ്ത് അഥവാ ഫോക്കസ് ദൂരം. ഭൂവല്ല തൂവാണ്, മാറിപ്പോയേ. ഫോക്കസ് ദൂരം. ഓക്കെ, എന്താണ് ഫോക്കൽ ലെങ്ത് അഥവാ ഫോക്കസ് ദൂരം? ഫോക്കൽ ലെങ്തിനെ F എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യണം. ഫോക്കൽ ലെങ്ത് ഈസ് ഡിസ്റ്റൻസ് ഫ്രം ദ ഒപ്റ്റിക്കൽ സെൻറ്റർ ഓഫ് ദ
ലെൻസ് ഓഫ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഫോക്കസ്. അഥവാ ഫോക്കസ് ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെൻസിൻ്റെ പ്രകാശ കേന്ദ്രത്തിൽ നിന്നും മുഖ്യ ഫോക്കസിലേക്കുള്ള അകലമാണ് ഫോക്കൽ ദൂരം. എന്താണ്? ദ ഫോക്കൽ ലെങ്ത് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എന്നും പറയാം, ഡിസ്റ്റൻസ് ഫ്രം ദ ഒപ്റ്റിക്കൽ സെൻറ്റർ ഓഫ് ദ ലെൻസ് ടു പ്രിൻസിപ്പൽ ഫോക്കസ്. അഥവാ ഒരു ലെൻസിൽ നിന്നും ഒരു പ്രകാശം ഒരു സാധനത്തിൽ തട്ടുമ്പോൾ ഈ സാധനവും ലെൻസും തമ്മിലുള്ള ദൂരത്തിനെയാണ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുക. കുറച്ചുകൂടി എക്സ്പ്ലനേഷനോടെ ഞാൻ പറഞ്ഞുതരാം, കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ആദ്യം ഒരു വട്ടം വരയ്ക്കണം. ഓക്കെ 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 സൂര്യനെ വരച്ചിട്ടുണ്ട്. ഒരു സൂര്യൻ, നമുക്ക് പ്രകാശം തരുന്ന ആരാണ്? സൂര്യൻ. ഇനി നമ്മളൊരു ലെൻസ് വെക്കുന്നു. ഓക്കെ, ലെൻസ് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെന്താണ് വെക്കുന്നത്? പിന്നെ നമ്മളൊരു പേപ്പർ വെക്കുകയാണ്. പേപ്പർ സെറ്റല്ലേ? സെറ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത് തുടങ്ങാൻ പോവാണ്. നമ്മുടെ സൂര്യനിൽ നിന്ന് കുറേ പ്രകാശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രകാശമായിട്ടല്ല അവിടെ നിന്ന് വരുന്നത്, കുറേ രശ്മികൾ തന്നെ നിന്നു. അപ്പോൾ കുറേ ഈ സൂര്യരശ്മികൾ നമ്മുടെ ലെൻസിലേക്ക് വരുന്നു. നമ്മുടെ ലെൻസിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ലെൻസിൽ നിന്ന് നമ്മൾ വിചാരിക്കും ലെൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്, ലെൻസ് അതേപോലെ തന്നെ കുറേ രശ്മികൾ ഈ പേപ്പറിലേക്ക് അടിപ്പിക്കുന്നു. അല്ല, അങ്ങനെയല്ല, ഒരിക്കലും അങ്ങനെ അടുപ്പിക്കില്ല. കാരണം ലെൻസുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെൻസ് പ്രകാശ കേന്ദ്രത്തിൽ നിന്നാണ് അവർ വരുള്ളൂ. അഥവാ ഈ ഒരു സെൻറ്ററിൽ നിന്നേ പ്രകാശം അകത്തേക്ക് പോകുള്ളൂ. സെറ്റായോ? മനസ്സിലായോ? ഈ സെൻറ്ററിൽ നിന്ന് മാത്രമാണ് അകത്തേക്ക് പോവുകയുള്ളൂ. ഓക്കെ, നല്ല രശ്മികളായിട്ടല്ല, ഇതെല്ലാം കൂടി ഒത്തുചേർന്ന് ഒരു രശ്മിയായിട്ടായിരിക്കും പേപ്പറിൽ വന്ന് പതിക്കുന്നത്. എങ്ങനെയാണ്? കുറേ രശ്മികൾ ഒറ്റ ഒരു സെൻറ്ററിലൂടെ ഒരു രശ്മിയായി വന്ന് ഇതിൽ പതിക്കുന്നു. ഇതിൻ്റെ ഈ നടുക്കത്തേലാണ്, ലെൻസിൻ്റെ നടുക്കത്തേന് പറയുന്നതാണ് ഒപ്റ്റിക് സെൻറ്റർ. ഒപ്റ്റിക്കൽ സെൻറ്റർ എന്നാണ് പറയുന്നത്. അതെ, ഒപ്റ്റിക് സെൻറ്റർ അഥവാ പ്രകാശ കേന്ദ്രം. ഓക്കെ, ലെൻസിൻ്റെ പ്രകാശ കേന്ദ്രമാണ് അത്. ലെൻസിൻ്റെ പ്രകാശ കേന്ദ്രത്തിൽ നിന്ന് ഈ പേപ്പറിലേക്കുള്ള അകലം ഉണ്ടല്ലോ, ഈ പേപ്പറിലേക്കുള്ളത് ഈ അകലം, ഇതിനെ പറയുന്നതാണ് ഫോക്കൽ ലെങ്ത്. അഥവാ ഫോക്കസ് ദൂരം. ഫോക്കസ് ദൂരം. ഓക്കെ, സെറ്റാണോ? ഇത്ര സെറ്റല്ലേ? ഇനി വല്ലതും മനസ്സിലായോ? മനസ്സിലാവാത്തുണ്ടോ? മനസ്സിലായോ? സെറ്റാണോ?
ഓക്കെ, ഈ ലൈവ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് റെക്കോർഡ് ക്ലാസ്സായിട്ട് യൂട്യൂബിൽ കിടക്കുന്നുണ്ടാവും. നമുക്ക് ഈ ആപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ ഫ്രീ ആയിട്ട് കാണാം. നമ്മൾ എത്ര കാലം കഴിഞ്ഞാലും ഇതിപ്പോൾ ആപ്പിൽ തന്നെ ആപ്പിളില്ല. ഓക്കെ, പറഞ്ഞാൽ ആപ്പിൽ നമുക്ക് പൈസ അടച്ച് എല്ലാം ചെയ്യും. അപ്പോൾ ഇതെന്ന് പറയുന്നത് അത് കൊള്ളില്ലാന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. അതേപോലെ പഠിപ്പിക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട് ആപ്പിൾ പൈസ കൊടുത്ത് ഓൺലൈൻ ട്യൂഷൻ നല്ലതാണ്. കാരണം അവർ നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കാം. പിന്നെ അവർക്ക് ഒരു ഫീസായിട്ടാണ് നമ്മൾ പഠിപ്പിക്കണതിന് ഫീസായിട്ട് കൊടുക്കണേ, അത്രേ ഉള്ളൂ. അല്ലാതെ അവർ മോശമാണ്, അവർ പഠിപ്പിക്കുന്നത് മോശമാണ്, അവരുടെ ഇത് കയറുന്നത് നമ്മുടെ ഇതിലേക്ക് വരും, അങ്ങനെ ഞാൻ പറയില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ഓക്കെ, കണ്ടോ. അവർ പഠിപ്പിക്കുന്നത് മനസ്സിലാവണമെങ്കിൽ അവർ, എനിക്ക് അങ്ങനെ ഇതൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല സന്തോഷം. അല്ലാതെ എനിക്ക് മറ്റേ അതും ഇതും ആപ്പിൽ പൈസ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയണ മോശമാണ് എനിക്കില്ല എന്ന് പറഞ്ഞാൽ അവരും പഠിപ്പിക്കുകയാണ്, അവരും പഠിപ്പിക്കുക തന്നെയാണ്, വേറൊന്നുമല്ല. അപ്പോൾ അവരും നല്ലതാണ്, ഞാനും നല്ലതാണ്, അങ്ങനെ പോട്ടെ. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് അവസാനത്തിലേക്ക് പോകുമ്പോൾ മാഗ്നിഫിക്കേഷനാണ്. അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയുടെ അവസാനമുണ്ട്. ഇനി കുറച്ച് കാര്യം കൂടി ഉള്ളൂടാ. ഇത്രേ ഉള്ളൂ. ഇത്രയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യനും കൂടി നമ്മൾ തീർത്തു. ഓക്കെ, മാഗ്നിഫിക്കേഷൻ അഥവാ അവർത്തനം. എന്താണ് അപവർത്തനം? നോക്കിക്കേ, മാഗ്നിഫിക്കേഷൻ ഈസ് ദ റേഷ്യോ ഓഫ് height of image to the height of object. It has no unit. Magnification is a ratio of height of image to the height of object. അഥവാ പ്രതിബിംബത്തിൻ്റെ ഉയരവും വസ്തുവിൻ്റെ ഉയരവും തമ്മിലുള്ള അനുപാത സംഖ്യയാണ് അവർത്തനം. ഇതിന് യൂണിറ്റില്ല. അപ്പം എന്താണ് പറഞ്ഞത്? അപ്പോൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞത്? മാഗ്നിഫിക്കേഷൻ എന്താണ് കുട്ടിയോളെ പറഞ്ഞോളൂ. എം ഈസ് ഈക്വൽ ടു പറഞ്ഞ എന്താണ്? ഹൈറ്റ് ഓഫ് ദ ഇമേജ്, ഹൈറ്റ് ഓഫ് ദ ഇമേജ് ബൈ ഡിവൈഡഡ് ബൈ റേഷ്യോ എന്നല്ലേ പറഞ്ഞു. അപ്പോൾ ഡിവൈഡഡ് ബൈ എന്താണ്? ഇപ്പോൾ ഇത് പ്രതിബിംബത്തിൻ്റെ ഉയരം ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് അഥവാ വസ്തുവിൻ്റെ ഉയരം. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഇന്ന് നമുക്കൊന്ന് ഷോർട്ടാക്കിയാലോ? ഇപ്പോൾ പറഞ്ഞ എല്ലാത്തിനും ഒന്ന് ഷോർട്ടാക്കിയാലോ? ഓക്കെ, നോക്കിക്കേ. ഹൈറ്റ് ഓഫ് ദ ഇമേജിനെ നമ്മൾ ഹൈറ്റിൻ്റെ എച്ച് കൊടുക്കുന്നു, ഇമേജിൻ്റെ ഐ എടുക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? HI ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റിൻ്റെ നമ്മൾ എന്തെടുക്കുന്നു? എച്ച് എടുക്കുന്നു, ഒ എടുക്കുന്നു. അപ്പോൾ എന്തായി? HO HI ഡിവൈഡഡ് ബൈ HO. സെറ്റാണോ? സെറ്റാണെങ്കിൽ ഓക്കെ, സെറ്റ് സാറെന്നൊന്ന് കമൻറ്റ് ചെയ്ത്. ഓക്കെ, സെറ്റ് സാറെന്നൊന്ന് കമൻറ്റ് ചെയ്ത്. സെറ്റ് സാർ. ഓക്കെ, ഇതാണെങ്കിൽ മലയാളത്തിൽ വരുമ്പോൾ HI അത് തന്നെ വരും. എഴുതുമ്പോൾ അങ്ങനെ വരുന്ന കണ്ടു. പ്രതിബിംബത്തിൻ്റെ ഉയരം പ്രതിബിംബത്തിൻ്റെ
ഉയരം ബൈ വസ്തുവിൻ്റെ ഉയരം. അല്ലേ വരല്ലേ? വസ്തുവിൻ്റെ ഉയരം. ഓക്കെ, സെറ്റ് സെറ്റ് സെറ്റാ സെറ്റ് 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 സെറ്റിമ സെറ്റിമസാ സെറ്റിമ സെറ്റിമസാ. ഓക്കെ 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 ആണെങ്കിൽ 2 ഇക്വേഷനാണ് നമുക്ക് മാഗ്നിഫിക്കേഷനിൽ പഠിക്കാനുള്ളത്. അതിലൊന്ന് നമ്മൾ പറഞ്ഞു, മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദ ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്, അഥവാ HI/HO. അടുത്തതാണ് മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഓഫ് ദ ഇമേജ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ടു ദ ഒബ്ജക്റ്റ്, അഥവാ V/U. എന്താണ് V/U? അഥവാ ആവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിബിംബത്തിൻ്റെ ഉയരം ബൈ വസ്തുവിൻ്റെ ഉയരം എന്ന് നമ്മൾ പഠിച്ചു, അഥവാ HI/HO. ഇനി ആവർത്തനം അഥവാ ഇതേപോലെയും ചെയ്യാം. പ്രതിബിംബത്തിൻ്റെ ഉയരം വസ്തുവിലേക്കുള്ള ഉയരവും തന്നിട്ട് നമുക്ക് ചോദിക്കാം, ദൂരവും തന്നിട്ട് നമുക്ക് ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ M ഈസ് ഈക്വൽ ടു HI/HO ഈസ് ഈക്വൽ ടു V/U. നിങ്ങൾ ഇപ്പോൾ തന്നെ ഒന്ന് പഠിച്ചു വെക്കേണ്ടത്, നിങ്ങളൊന്ന് നോക്കി വെച്ചാൽ മതി. നിങ്ങൾ ടെസ്റ്റ് വായിക്കുമ്പോൾ ഇതൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് നിന്നോളൂ. അങ്ങനെ നടക്കും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പവർ ഓഫ് ദ ലെങ്സിൻ്റെ പവർ. നമ്മൾ നേരത്തെ ലെങ്സിനെ കുറിച്ച് പറഞ്ഞില്ലേ, പവർ ഇങ്ങനെ ചെക്ക് ചെയ്തിരുന്നത് കുറിച്ചാണ് പഠിക്കുന്നത്. ശ്രദ്ധിച്ചേ. ഓക്കെ, പവർ ഈസ് ഈക്വൽ ടു റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത്തിൻ്റെ റെസിപ്രോക്കലാണ് എന്ത്? പവർ. ദ ലോവർ ഓഫ് ഫോക്കൽ ലെങ്ത് ദ ഹയർ ഓഫ് പവർ. അഥവാ ഫോക്കൽ ലെങ്ത് കുറയുമ്പോൾ പവർ കൂടും. എന്താണ്? ഫോക്കൽ ദൂരം. ഓക്കെ, ഫോക്കൽ ദൂരത്തിന് നമ്മൾ F എന്ന് എടുക്കുകയാണ്. ഫോക്കസ് ദൂരത്തിന് നമ്മൾ F എന്ന് എടുക്കുകയാണ്. ഫോക്കൽ ലെങ്ത്തിന് നമ്മൾ F എന്ന് എടുക്കുകയാണ്. പവറിനെ നമ്മൾ P എന്ന് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താണ്? ഫോക്കൽ ലെങ്ത് കുറയുമ്പോൾ പവർ കൂടും. ഫോക്കൽ ലെങ്ത് കുറയുമ്പോൾ പവർ കൂടും. ഇനി പവർ കുറയുമ്പോൾ ഫോക്കൽ ലെങ്ത് കൂടും. ഓക്കെ ആണോ? സെറ്റല്ലേ? ഇത്ര സെറ്റല്ലേ? പവർ ഈസ് ഈക്വൽ ടു P ഈസ് ഈക്വൽ ടു 1/F. ഓക്കെ, അഥവാ ഇതിൻ്റെ റെസിപ്രോക്കലാണ്. അഥവാ നമ്മളിപ്പോൾ ഏതൊരു നമ്പർ എഴുതിയാലും അതിൻ്റെ താഴെ ഒന്നുണ്ടാവുള്ളൂ. അപ്പോൾ F എന്ന് എഴുതുമ്പോൾ നമ്മൾ F/1 എന്നല്ലേ എഴുതുക. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 1/F. സെറ്റ് 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 സെറ്റ്. ഇനി എന്താണ്? ദ SI യൂണിറ്റ് ഓഫ് പവർ ഈസ് ഈക്വൽ ടു Dioper denoted by T. The power of lens with focal length is 1 meter is 1 Dioper. അഥവാ ഫോക്കസ് ദൂരം ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് ഫോക്കസ് ദൂരമാണ്. കുറഞ്ഞ ലെൻസിൻ്റെ പവർ കൂടിയിരിക്കുന്നു. ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ഡിയോപെറ്റർ. ഓക്കെ 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 ഓക്കെ. ഡി എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഒരു ഇതാണ് 1 മീറ്റർ എന്ന് പറയുന്നത്. ഒരു ഡിയോ അത് നോക്കി വെച്ചാൽ. ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചോദ്യമുണ്ട്.
ക്വസ്റ്റ്യൻ ഇൻ ടെക്സ്റ്റ് ബുക്ക്. ഇതാണ് ചോദ്യം. കോൺവെക്സ് മിററും കോൺകേവ് മിററും. ഓക്കെ. തിക്കർ ഇൻ മിഡിൽ. നടുക്ക് കോൺവെക്സ് എങ്ങനെയാണ്? മുട്ട പോലെയാണ് മുട്ട. നടുക്ക് നല്ല കട്ടിയായിരിക്കും. ഇനി തിക്കർ കോൺകേവ് മിററിലേക്ക് വരുമ്പോൾ തിക്കർ അറ്റ് എഡ്ജസ്, അഥവാ അരികു കമ്പം കുറവായിരിക്കും, അഥവാ കനം. അതെങ്ങനെയാണ്? ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഈ അരികൊക്കെ വളരെ കട്ടി കുറവായിരിക്കും. ഓക്കെ. അപ്പോൾ ഇംഗ്ലീഷ് മാത്രമാണ് ഇതിൽ കിട്ടിയുള്ളൂ. മലയാളം കുറച്ച് വലിയതായിട്ട് കിട്ടി. സാരമില്ല, നമുക്ക് പഠിച്ചെടുക്കാം. അപ്പോൾ കോൺവെക്സ് മിററിൽ തിക്കർ ഇൻ മിഡിൽ, നടുക്ക് തിക്കറാണ്. കാരണം ഇത് മുട്ട പോലെ ഇരിക്കണതുകൊണ്ട് നടുക്ക് ഫുള്ള് തിക്കാണ്. ഷോ ഇൻ ഒബ്ജക്റ്റ് ഇൻ മാഗ്നിഫൈഡ്. പിന്നെ കോൺജറേഡ് ലൈറ്റ് റേ, അങ്ങനെയാണ്. കോൺഗ്രേഡ്. ഓക്കെ. ഷോ ഇൻ ഒബ്ജക്റ്റ് ഡിമിനിഷ്ഡ്. ഇതൊന്ന് വായിച്ചു നോക്കാം. നമ്മൾ നോട്ട് ഇടുന്നുണ്ട്. നമ്മുടെ നോട്ട് വാട്സപ്പ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അത് കയറി നോട്ടൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. അത് ഇതും കൂടി ഒന്ന് വായിച്ചു നോക്കാം. സെറ്റാണെങ്കിൽ ബായ് പറയാൻ സമയമായി. ഓക്കെ. ബേസിക് സീരീസ് പാർട്ട് 3 ഉടൻ വരും. ഓക്കെ. സസ്പെൻസ്. ഉടൻ വരും. സെറ്റ് ചുമ്മാ ദിസ് ഫോർ എൻ്റർടൈൻമെൻറ്റ്. ഓക്കെ. അപ്പോൾ പാർട്ട് 3 ഉടൻ വരും. പിന്നെ സി യു ദ നെക്സ്റ്റ് വീഡിയോ ബൈ റീബുക്ക് എഡ്യൂക്കേഷൻസ്. നമ്മുടെ പാർട്ട് 2 വീഡിയോ എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ നോട്ട് ലിങ്ക് നമ്മൾ ഇടുന്നതായിരിക്കും. എഴുതിയ നോട്ടും എഴുതാത്ത നോട്ടും ഇടുന്നതായിരിക്കും. നിങ്ങളുടെ നോട്ടുകൾ നിങ്ങളത് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം വായിച്ച് നോക്കുക, എഴുതി നോക്കുക. എഴുതിയ നോട്ടെന്ന് പറയുമ്പോൾ ഞാൻ ഇതേപോലെയൊക്കെ വരച്ച നോട്ടുകളായിരിക്കും. എഴുതാത്ത നോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ക്ലിയർ ആയിട്ടുള്ള നോട്ടുകളായിരിക്കും. ഓക്കെ. നിങ്ങൾ പ്രത്യേകിച്ച് ഈ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളൊന്ന് നോക്കിയാൽ ആദ്യം. ഞാനപ്പോൾ പാർട്ട് 4 വരും. പാർട്ട് 3 നിങ്ങൾക്ക് പാർട്ട് 1 എടുത്ത സാറായിരിക്കണം. ഓക്കെ. പേരൊക്കെ പിന്നെ പറയാം. ഓക്കെ. നമ്മൾ ക്ലാസ്സൊക്കെ ഒന്ന് തുടങ്ങി കുറച്ചാൾ കഴിയുമ്പോൾ പേര് പറയാം. ഓക്കെ. സെറ്റ്. ഓക്കെ. അപ്പോൾ നമ്മൾ നിർത്താൻ പോവുകയാണ്. ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ടെന്ന് പറയാം. ഇന്ന് തന്നെ ഇപ്പോൾ എത്ര മിനിറ്റായി? ഓക്കെ. നമ്മൾ 30 മിനിറ്റായി തുടങ്ങിയിട്ട് 33 മിനിറ്റായി. ഓക്കെ. എന്തായാലും ഇപ്പോൾ സീ യു ദ നെക്സ്റ്റ് വീഡിയോ റീബുക്ക് എഡ്യൂക്കേഷൻസ്. ഈ പാർട്ട് 2 വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു നോക്കുക. അതിന് ശേഷം നിങ്ങളൊന്ന് പറയുക. നിങ്ങൾ ഒന്ന് മെസ്സേജ് അയച്ചോ, അഥവാ ഇതിൻ്റെ അത് കമൻറ്റ് ചെയ്താലും മതി. അപ്പോൾ നമ്മുടെ 21-ാം തീയതിയിലത്തെ 7:00-ക്കുള്ള ക്ലാസ് നമ്മൾ ഇവിടെ നിർത്തുന്നു. നമുക്ക് ഫിസിക്സ് 2026-27 എക്സാം, SSLC എക്സാം പൊളിക്കണം. നമ്മുടെ കൂടെ ഇരുന്നോളൂ. ദിസ് ഈസ് സൈനിങ് ഓഫ് ഫ്രം റീബുക്ക് എഡ്യൂക്കേഷൻസ്. ബൈ.